ഹായ് ഹലോ മക്കളെ, എല്ലാ കൂട്ടുകാർക്കും എഡ്യൂമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ കുട്ടികളുടെ അടിസ്ഥാന ശാസ്ത്രത്തിലെ 6ാമത്തെ പാഠമാണ്. ഊർജ്ജ സ്രോതസ്സുകൾ എന്നാണ് ഈ യൂണിറ്റിൻ്റെ പേര്. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേയായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നിങ്ങൾക്ക് ആവശ്യമുള്ള 5ാം ക്ലാസ്സിലെ എല്ലാ വിഷയങ്ങളുടെയും വീഡിയോസ് STD5 2024 എന്നുള്ള പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ അത് ലഭിക്കുന്നതാണ്. ഇനി അടിസ്ഥാന ശാസ്ത്രത്തിൻ്റെ മാത്രം വീഡിയോസ് മതിയെങ്കിൽ STD5 ബേസിക് സയൻസ് എന്നുള്ള പ്ലേലിസ്റ്റ് ലഭ്യമാണ് കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. പാഠം തുടങ്ങുന്ന സമയത്ത് ഒരു PT അവറിൽ കുട്ടികൾ കളിക്കുന്ന ചിത്രമാണല്ലേ തന്നിട്ടുള്ളത്. കുട്ടികൾ പല ഗെയിമുകൾ കളിക്കുന്നുണ്ട്. അത് നിരീക്ഷിച്ച ഒരു അധ്യാപകൻ അവിടെ ഇരിക്കുന്നുണ്ട്. നിങ്ങളും ഇത്തരം കളികളിൽ ഏർപ്പെടാറില്ലേ? തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും അല്ലേ. തുടർച്ചയായി കളികളിൽ ഏർപ്പെടുമ്പോൾ ക്ഷീണം അനുഭവപ്പെടാറില്ലേ? ഉണ്ട്. ക്ഷീണം അനുഭവപ്പെടാൻ എന്താവും കാരണം? നമ്മുടെ ശരീരത്തിലുള്ള എനർജി അഥവാ ഊർജം കുറഞ്ഞതുകൊണ്ടാണ് ക്ഷീണം നേരിടുന്നത്. കളിക്കുമ്പോൾ നാം വിവിധ പ്രവൃത്തികൾ ചെയ്യുന്നുണ്ടല്ലോ. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെയാണ് ഊർജം എന്ന് പറയുന്നത്. ഊർജത്തെ നമുക്ക് കാണാൻ കഴിയില്ല. വിവിധ പ്രവർത്തനങ്ങളിലൂടെ അത് പ്രകടമാകുന്നു. ചൂട്, പ്രകാശം തുടങ്ങിയവ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന ഊർജ രൂപങ്ങളാണ്. നിങ്ങളുടെ വീട്ടിൽ ഊർജം ഉപയോഗപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ ഏതെല്ലാമാണ്? എഴുതി നോക്കൂ. പാചകം ചെയ്യാൻ, ഇസ്തിരിയിടാൻ, മോട്ടോർ പ്രവർത്തിപ്പിക്കാൻ, ലൈറ്റ് പ്രകാശിപ്പിക്കാൻ, വസ്ത്രങ്ങൾ അലക്കാൻ, ഫാൻ തിരിയാൻ തുടങ്ങി ഒട്ടേറെ കാര്യങ്ങൾക്ക് നമ്മൾ ഊർജം ഉപയോഗിക്കുന്നുണ്ട്. പാചകം ചെയ്യാനുള്ള ഊർജം എന്തിൽ നിന്നെല്ലാമാണ് ലഭിക്കുന്നത്? അതായത് ഊർജം എന്തിൽ നിന്നാണോ ലഭിക്കുന്നത് അതിനെ നമ്മൾ ഊർജ സ്രോതസ് എന്നാണ് പറയുക. അതിനുദാഹരണങ്ങളാണ് വിറകും അതുപോലെ ഗ്യാസ് അടുപ്പും ഒക്കെ. അപ്പോൾ അതാണ് അതിനുള്ള ഉത്തരം. എന്തിൽ നിന്നാണ് ലഭിക്കുന്നത്, എന്തെല്ലാമാണ് ലഭ്യമാവുന്നത് എന്നുള്ളതിന് നമുക്കതിനെക്കുറിച്ച് കൂടുതൽ പരിചയപ്പെടാം. ഇന്ധനങ്ങൾ. അപ്പോൾ നമ്മുടെ ഊർജ സ്രോതസ്സുകൾ, ഊർജം കിട്ടണമെങ്കിൽ അതിന് നമ്മൾ എന്ത് കൊടുക്കണം? ഫ്യൂവൽസ് കൊടുക്കണം, അല്ലെങ്കിൽ ഇന്ധനങ്ങൾ കൊടുക്കണം. ചിത്രങ്ങൾ നിരീക്ഷിക്കൂ. ആദ്യം തന്നിട്ടുള്ളത് ഒരു വിറകടുപ്പിൻ്റെ ചിത്രമാണ്. രണ്ടാമതായിട്ട് ഒരു മണ്ണെണ്ണ അടുപ്പിൻ്റെയും മൂന്നാമതായിട്ട് ഗ്യാസ് അടുപ്പിൻ്റെയും ചിത്രങ്ങളാണ് തന്നിട്ടുള്ളത്. ഏതൊക്കെ തരം അടുപ്പുകളാണ് വീടുകളിൽ ഉപയോഗിക്കുന്നത്? വിറകടുപ്പ്, മണ്ണെണ്ണയടുപ്പ്, ഗ്യാസ് അടുപ്പ്, ഇലക്ട്രിക് അടുപ്പ് തുടങ്ങിയവയെല്ലാം ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. ആഹാരം പാകം ചെയ്യുന്നതിനാണല്ലോ അടുപ്പ് ഉപയോഗിക്കുന്നത്. ചൂടിൽ നിന്നും ഊർജം ലഭിക്കുമ്പോഴാണ് ആഹാര പദാർത്ഥങ്ങൾ വേവുന്നത്. ചിത്രത്തിൽ കണ്ട അടുപ്പുകളിൽ താപം ലഭിക്കുന്നത് എങ്ങനെയാണ്? വിറകടുപ്പിൽ വിറക് കത്തുമ്പോഴും മണ്ണെണ്ണ കത്തുമ്പോഴും ഗ്യാസ് അടുപ്പിൽ LPG അഥവാ ഗ്യാസ് കത്തുമ്പോഴും ഒക്കെയാണ് നമുക്ക് താപം അല്ലെങ്കിൽ ചൂട് ലഭിക്കുന്നത് അല്ലേ. ഓരോ തരം അടുപ്പിലും കത്തുന്ന വസ്തു ഏതാണ്? വിറകടുപ്പിൽ വിറകാണ്, മണ്ണെണ്ണയടുപ്പിൽ മണ്ണെണ്ണയാണ്, ഗ്യാസ് അടുപ്പിൽ LPG ആണ്, ഇലക്ട്രിക് അടുപ്പിൽ കറണ്ടാണ്. താപം ലഭിക്കുന്നതിന് മറ്റേതെങ്കിലും വസ്തുക്കൾ ഇതുപോലെ ഉപയോഗിക്കുന്നുണ്ടോ? എഴുതി നോക്കൂ. ചാണകവരളി, ഈർക്കപ്പൊടി തുടങ്ങിയവയെല്ലാം നമുക്ക് കത്തുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് കേട്ടോ. കത്തുമ്പോൾ താപം പുറത്തുവിടുന്ന വസ്തുക്കളാണ് ഇന്ധനങ്ങൾ. വിറക്, മണ്ണെണ്ണ, LPG, പെട്രോൾ, ഡീസൽ, കൽക്കരി തുടങ്ങിയ ധാരാളം വസ്തുക്കൾ ഇന്ധനങ്ങളായി ഉപയോഗിക്കുന്നുണ്ട്. കത്താൻ സഹായിക്കുന്നതെന്ത്? അടുപ്പിൽ വിറക് എപ്പോഴും നന്നായി കത്താറുണ്ടോ? ഇല്ല. വിറകടുപ്പ് നന്നായി കത്താൻ എന്തൊക്കെയാണ് ചെയ്യാറുള്ളത്? കുഴൽ ഉപയോഗിച്ച് ഊതുന്നുണ്ട്. അതുപോലെ വിറകുകൾ ചെറിയ കഷ്ണങ്ങളാക്കി വെക്കുന്നു. കുറച്ച് മാത്രം വിറക് വെക്കുന്നു. ഇക്കാര്യങ്ങളെല്ലാം നമ്മൾ വിറകടുപ്പ് കത്തിക്കുമ്പോൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങളാണ്. കുഴൽ ഉപയോഗിച്ച് ഊതുന്നത് എന്തിനാണ്? അടുപ്പിൽ വായു സഞ്ചാരം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് കുഴൽ വെച്ചിട്ട് നമ്മൾ ഊതുന്നത്. കത്താൻ വായു ആവശ്യമുണ്ടോ? നമുക്കത് നോക്കുന്നതിനായിട്ട് ഒരു പരീക്ഷണം ചെയ്ത് നോക്കാം. ഒരേ വലുപ്പമുള്ള 2 മെഴുകുതിരികൾ എടുക്കുക. രണ്ടും കത്തിച്ചു വയ്ക്കുക. ഗ്ലാസ് കൊണ്ട് ഒരു മെഴുകുതിരി മൂടുക. 2 മെഴുകുതിരികളും നിരീക്ഷിക്കുക. അവയ്ക്ക് എന്ത് സംഭവിച്ചു? ഈ പരീക്ഷണത്തിൽ നിന്ന് നിങ്ങൾ എത്തിച്ചേർന്ന നിഗമനം എന്താണ്? പരീക്ഷണക്കുറിപ്പ് തയ്യാറാക്കുക. ലക്ഷ്യം കത്താൻ വായു ആവശ്യമുണ്ടോ എന്ന് കണ്ടുപിടിക്കൽ. ആവശ്യമായ സാമഗ്രികൾ 2 മെഴുകുതിരികൾ, ചില്ലു ഗ്ലാസ്, തീപ്പെട്ടി. പരീക്ഷണ രീതി: ഒരേ വലുപ്പമുള്ള 2 മെഴുകുതിരികൾ കത്തിച്ചു വയ്ക്കുക. അതിലൊന്ന് ഒരു ചില്ല് ഗ്ലാസ് കൊണ്ട് മൂടി വയ്ക്കുക. മൂടിവെച്ച മെഴുകുതിരിയുടെ ഗ്ലാസ് ഇടയ്ക്ക് ഒന്ന് അല്പം ഉയർത്തിക്കൊടുത്ത് കത്തുന്നത് നിരീക്ഷിക്കുക. ശേഷം അല്പസമയത്തേക്ക് പൂർണ്ണമായും ഗ്ലാസ് കൊണ്ട് അടച്ചു വയ്ക്കുക. നിരീക്ഷണം: ചില്ലു ഗ്ലാസ് കൊണ്ട് മൂടിവെച്ച മെഴുകുതിരിയുടെ തീ അണയാൻ ശ്രമിക്കുന്നതായി കാണാം. ഇടയ്ക്ക് ഗ്ലാസ് ഉയർത്തി കൊടുക്കുമ്പോൾ തീ കത്തുന്നുണ്ട്. പിന്നീട് ഗ്ലാസ് പൂർണ്ണമായും അടച്ചു വയ്ക്കുമ്പോൾ തീ പൂർണ്ണമായും കെട്ടുപോകുന്നു. ചില്ലു ഗ്ലാസ് കൊണ്ട് മൂടാത്ത മെഴുകുതിരി നന്നായി കത്തുന്നുണ്ട്. നിഗമനം: തീ കത്താൻ വായു ആവശ്യമാണ്. അടുപ്പ് ഉപയോഗിക്കുമ്പോൾ അടുപ്പിൻ്റെ ചിത്രം നിരീക്ഷിച്ചല്ലോ. കത്തുമ്പോൾ ഉണ്ടാകുന്ന താപോർജ്ജം മുഴുവൻ ഉപയോഗപ്പെടുത്താനാവുന്നുണ്ടോ? ഇല്ല അല്ലേ.
താപത്തിൽ നമ്മൾ താപോപൂർജ്ജം മുഴുവനായിട്ട് നമ്മളുടെ അടുപ്പ് കത്തുന്ന സമയത്ത് അതിലുള്ള മുഴുവൻ ഹീറ്റും അല്ലെങ്കിൽ മുഴുവൻ ചൂടും നമ്മളുടെ ഭക്ഷണം വേവുന്നതിലേക്കായിട്ട് ഉപയോഗിക്കുന്നില്ലല്ലോ. കുറച്ച് താപം നഷ്ടപ്പെടുന്നുണ്ട് അല്ലേ? താപനഷ്ടം കുറയ്ക്കാൻ എന്തെല്ലാം ചെയ്യാം? പാത്രത്തിനും അടുപ്പിനും ഇടയിൽ വിടവ് കുറവാകണം, അഥവാ അകലം കുറവാകണം. വിറക് ചെറിയ കഷ്ണങ്ങളായി ഉപയോഗിക്കുക. വിറകുകൾ കുത്തി നിറയ്ക്കാതെ അടുക്കോട് കൂടി വയ്ക്കുക. വായുസഞ്ചാരം ഉറപ്പാക്കുക. ഇന്ധനങ്ങളുടെ മറ്റുപയോഗങ്ങൾ. ബസ്, ലോറി, മണ്ണുമാന്തി യന്ത്രം തുടങ്ങിയ വലിയ വാഹനങ്ങളിൽ പൊതുവെ ഡീസലാണ് ഇന്ധനമായി ഉപയോഗിക്കുന്നത്. എന്നാൽ കാറ്, ഓട്ടോറിക്ഷ തുടങ്ങിയ ചെറിയ വാഹനങ്ങളിൽ പെട്രോളും ഡീസലും ഗ്യാസും ഉപയോഗിക്കുന്നുണ്ട്. ഫാക്ടറികളിൽ കൽക്കരി, ഗ്യാസ്, നാഫ്ത തുടങ്ങിയവ ഉപയോഗിക്കുന്നു. വിമാനങ്ങളിൽ ജെറ്റ് ഫ്യൂവലാണ് ഇന്ധനമായി ഉപയോഗിക്കുന്നത്. മറ്റെന്തെല്ലാം ആവശ്യങ്ങൾക്കാണ് ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്നത്? ചർച്ച ചെയ്യൂ. കൃഷി ആവശ്യങ്ങൾക്ക്, വൈദ്യുതി ഉൽപ്പാദനത്തിന്, വ്യാവസായിക ആവശ്യങ്ങൾക്ക്, വീടുകളിലെ ആവശ്യങ്ങൾക്ക്, ഇതിനെല്ലാം നമ്മൾ ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഇനി താഴെ തന്നിട്ടുള്ള ചിത്രം നോക്കൂ. എണ്ണക്കിണറിൻ്റെയും എണ്ണ ശുദ്ധീകരണശാലയുടെയും പെട്രോൾ പമ്പിൻ്റെയും LPG സിലിണ്ടറിൻ്റെയും ഒക്കെ ചിത്രങ്ങളാണ് തന്നിട്ടുള്ളത്. ഡീസൽ, വൈദ്യുതി എന്നിവ പ്രചാരത്തിലാകുന്നതിന് മുൻപ് തീവണ്ടി, കപ്പൽ തുടങ്ങിയവ ഓടിക്കാനും വ്യവസായശാലകൾ പ്രവർത്തിപ്പിക്കാനും കൽക്കരിയാണ് ഇന്ധനമായി ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ താപവൈദ്യുത നിലയങ്ങളിലാണ് കൽക്കരി പ്രധാനമായും ഉപയോഗിക്കുന്നത്. ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയിൽ ജീവിച്ചിരുന്ന ജീവികളുടെ അവശിഷ്ടങ്ങളിൽ നിന്നാണ് ഫോസിൽ ഇന്ധനങ്ങൾ രൂപപ്പെട്ടത്. ഇവ ഉപയോഗിക്കുന്നതിനനുസരിച്ച് തീർന്നുകൊണ്ടിരിക്കും. ഇവയെ പുതുക്കാൻ കഴിയാത്ത ഊർജ സ്രോതസ്സുകൾ എന്ന് പറയുന്നു. പെട്രോള്, ഡീസല്, കൽക്കരി തുടങ്ങിയവയെല്ലാം ഇതിന് ഉദാഹരണങ്ങളാണ്. ഇനി ഒരു പ്രവർത്തനം തന്നിരിക്കുന്നത് നോക്കൂ. ഫ്ലോ ചാർട്ട് പൂർത്തിയാക്കൂ. ഫോസിൽ ഇന്ധനങ്ങളുടെ ഫ്ലോ ചാർട്ടാണ് തന്നിട്ടുള്ളത്. ഫോസിൽ ഇന്ധനങ്ങൾ 3 തരത്തിലുണ്ട്. പ്രകൃതിവാതകം, ക്രൂഡ് ഓയിൽ, കൽക്കരി. ഇനി ക്രൂഡ് ഓയിൽ തന്നെ 5 തരത്തിലുണ്ട്. ഏതൊക്കെയാണ്? പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ, LPG, നാഫ്ത. ഇന്ധനങ്ങളുടെ വ്യത്യസ്ത രൂപങ്ങൾ. പലതരം ഇന്ധനങ്ങളെപ്പറ്റി മനസ്സിലാക്കിയില്ലേ? അവയിൽ ചിലതാണ് വിറക്, മണ്ണെണ്ണ, ഡീസൽ, പെട്രോൾ, ജെറ്റ് ഫ്യൂവൽ, നാഫ്ത, കൽക്കരി, LPG തുടങ്ങിയവ. ഇതുകൂടാതെ മറ്റ് ഇന്ധനങ്ങളും കണ്ടെത്തി അവ ഏതെല്ലാം അവസ്ഥയിലാണെന്നതിനനുസരിച്ച് കൂട്ടങ്ങളാക്കൂ. ആദ്യം ഖരാവസ്ഥയിലുള്ളത് ഏതൊക്കെയാണെന്ന് നോക്കാം. കൽക്കരിയും വിറകുമാണ് ഖരാവസ്ഥയിലുള്ളത്. ഇനി ദ്രാവകാവസ്ഥയിൽ നാഫ്ത, പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ, ജെറ്റ് ഫ്യൂവൽ തുടങ്ങിയവയാണ്. വാതകാവസ്ഥയിലുള്ളത് ബയോഗ്യാസും LPGയുമാണ്. താഴെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിക്കൂ. കാലക്രമത്തിൽ തീവണ്ടിയുടെ ഇന്ധന ഉപയോഗത്തിൽ വന്ന മാറ്റം നോക്കൂ. ആദ്യകാലങ്ങളിൽ കൽക്കരി തീവണ്ടിയായിരുന്നു, അതായത് കൽക്കരിയായിരുന്നു ഇന്ധനമായി ഉപയോഗിച്ചിരുന്നത്. പിന്നീട് അത് ഡീസലായി. ഡീസൽ തീവണ്ടിയായി. ഇന്ധനമായി ഉപയോഗിച്ചിരുന്നത് ഡീസലാണ്. ഇന്നത്തെ കാലത്ത് വൈദ്യുത തീവണ്ടിയുണ്ട്, അതായത് കറണ്ട് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന തീവണ്ടിയും ഉണ്ട്. വൈദ്യുതി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന തീവണ്ടികളാണ് ഇപ്പോൾ കൂടുതലുള്ളത്. ഇന്ധനങ്ങൾക്ക് പകരം ഉപയോഗിക്കാവുന്ന ഒരു ഊർജ്ജ രൂപമാണ് വൈദ്യുതി. വൈദ്യുതി ഇല്ലാത്ത ജീവിതം നമുക്കിന്ന് സങ്കല്പിക്കാൻ പോലും ആവില്ലല്ലോ. എങ്ങനെയായിരിക്കും വൈദ്യുതി ഉണ്ടാക്കുന്നത്? വ്യത്യസ്ത രീതികളുണ്ട് അല്ല മക്കളെ? ജലത്തിൽ നിന്നും, കാറ്റിൽ നിന്നും, തിരമാലകളിൽ നിന്നും, സൗരോർജ്ജത്തിൽ നിന്നുമെല്ലാം ഇന്ന് വൈദ്യുതി ഉണ്ടാക്കുന്നുണ്ട്. ജലവൈദ്യുതി. ചിത്രത്തിൽ കാണുന്നത് പോലെ ഒരു ജലചക്രത്തിൻ്റെ മാതൃക നിർമ്മിച്ച് പരീക്ഷണം ചെയ്തു നോക്കാം. ഉപകരണത്തിൻ്റെ നിർമ്മാണക്കുറിപ്പ് ശാസ്ത്രപുസ്തകത്തിൽ എഴുതൂ. നിർമ്മാണക്കുറിപ്പിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉൾപ്പെടുത്തണം മക്കളെ? ഉപകരണത്തിൻ്റെ പേര്, നിർമ്മാണ ലക്ഷ്യം, ആവശ്യമായ സാമഗ്രികൾ, രേഖാചിത്രം, നിർമ്മാണ ഘട്ടങ്ങൾ എന്നിവ ഉൾപ്പെടുത്തണം. ഉപകരണത്തിൻ്റെ പേര് ജലചക്രം. നിർമ്മാണ ലക്ഷ്യം ജലചക്രത്തിലേക്ക് വെള്ളം വീഴുന്നതിൻ്റെ ശക്തിയും വെള്ളം വീഴുന്ന ഉയരവും അതിൻ്റെ കറക്കത്തിൻ്റെ വേഗതയെ സ്വാധീനിക്കുന്നോ എന്ന് കണ്ടെത്തൽ. ആവശ്യമായ സാമഗ്രികൾ തെർമോക്കോൾ, കത്രിക, പശ, ഐസ്ക്രീം സ്റ്റിക്ക്, ഈർക്കിൽ. നിർമ്മാണ ഘട്ടങ്ങൾ. തെർമോക്കോൾ ഒരു കത്രിക ഉപയോഗിച്ച് വട്ടത്തിൽ വെട്ടിയെടുക്കുക. തെർമോക്കോളിന് ചുറ്റുമായി 6 മുതൽ 8 വരെ ഐസ്ക്രീം സ്റ്റിക്കുകൾ പുറത്തേക്ക് നിൽക്കുന്ന രീതിയിൽ പശ ഉപയോഗിച്ച് ഒട്ടിച്ചു കൊടുക്കുക. തെർമോക്കോളിന് മധ്യത്തിലായി ഒരു ചെറിയ ദ്വാരമിട്ട് അതിലൂടെ ഒരു ഈർക്കിൽ കഷ്ണം കയറ്റി വയ്ക്കുക. ഒരു ടാപ്പിന് താഴെ ഐസ്ക്രീം സ്റ്റിക്കിൽ വെള്ളം വീഴത്തക്ക രീതിയിൽ ഈ ജലചക്രം വയ്ക്കുക. വെള്ളം ഐസ്ക്രീം സ്റ്റിക്കിൽ പതിക്കുമ്പോൾ ജലചക്രം തിരിയുന്നതായി കാണാം. വെള്ളം വീഴുന്നതിൻ്റെ വേഗത കൂട്ടിയും കുറച്ചും ജലചക്രം ടാപ്പിൽ നിന്നുള്ള അകലം കൂട്ടിയും കുറച്ചും പരീക്ഷണം ആവർത്തിക്കുക. നിരീക്ഷണം. ജലം ശക്തിയായ ജലചക്രത്തിൽ പതിക്കുമ്പോൾ ജലചക്രം വേഗത്തിൽ തിരിയുന്നു. അതുപോലെ ടാപ്പിൽ നിന്നുള്ള അകലം കൂട്ടി താഴേക്ക് ജലചക്രം വയ്ക്കുമ്പോഴും അത് വേഗത്തിൽ കറങ്ങുന്നതായി കാണാം.
ഇവിടെ നമ്മൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ചിത്രത്തിൻ്റെ പോലെയല്ല കേട്ടോ ജലചക്രം ഉണ്ടാക്കിയിട്ടുള്ളത്. കുട്ടികൾക്ക് കുറച്ചുകൂടെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. അതുകൊണ്ട് സാമഗ്രികളൊക്കെ അതിനനുസരിച്ച് മാറ്റം വരുത്തിയിട്ടുണ്ട്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുള്ളത് പോലെ ഉള്ള ജലചക്രം എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് വേണം സാമഗ്രികൾ എഴുതാൻ കേട്ടോ. ഇങ്ങനെയാണ് ജലചക്രം കറങ്ങിയത്. ജലം ശക്തിയായി ഐസ്ക്രീം സ്റ്റിക്കിൽ പതിക്കുമ്പോൾ ആ ജലത്തിൻ്റെ ശക്തി കൊണ്ടാണല്ലേ ജലചക്രം കറങ്ങിയത്. വെള്ളം വീഴുന്നതിൻ്റെ ശക്തി കറക്കത്തിനെ സ്വാധീനിക്കുന്നുണ്ടോ? ഉണ്ട്. വെള്ളം നിറച്ച കുപ്പിയുടെ ഉയരം മാറ്റിയാൽ കറക്കത്തിൻ്റെ വേഗതയിൽ മാറ്റം വരുമോ? അതും മാറ്റം വരും. കെട്ടി നിർത്തിയ ജലത്തിൻ്റെ ഊർജം ഉപയോഗപ്പെടുത്തിയാണ് ജലവൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. അതിനുവേണ്ടി വെള്ളത്തെ അണക്കെട്ടുകളിൽ തടഞ്ഞു നിർത്തുന്നു. ഇത് ആവശ്യാനുസരണം താഴേക്ക് പതിപ്പിച്ച് വലിയ ടർബൈനുകൾ കറക്കി ജനറേറ്റർ പ്രവർത്തിപ്പിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. അങ്ങനെയാണ് ജലവൈദ്യുതിയുടെ പ്രവർത്തനം വരുന്നത് കേട്ടോ. കാറ്റിൽ നിന്നും വൈദ്യുതി. നമുക്കിവിടെ പമ്പരത്തിൻ്റെയും അതുപോലെ കാറ്റാടിപ്പാടത്തിൻ്റെയും ചിത്രം തന്നിട്ടുണ്ട്. കടലാസ് അല്ലെങ്കിൽ ഓല ഉപയോഗിച്ചൊരു പങ്ക നിർമ്മിക്കൂ. നിങ്ങൾ ഉണ്ടാക്കിയ പങ്കയുമായി പുറത്തേക്ക് ഇറങ്ങി നിൽക്കൂ. പങ്ക കറങ്ങുന്നുണ്ടോ? ഇല്ല. എപ്പോഴാണ് പങ്ക നന്നായി കറങ്ങുന്നത്? കാറ്റ് വീശുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ഓടുമ്പോഴോ ആണ്. നമ്മൾ ആ പങ്കയുമായിട്ട് ഓടുമ്പോഴാണ് പങ്ക നന്നായിട്ട് കറങ്ങുന്നത്. കാറ്റിന് വസ്തുക്കളെ ചലിപ്പിക്കാനുള്ള കഴിവുണ്ടെന്ന് അതിൽ നിന്ന് മനസ്സിലായില്ലേ? ഈ കഴിവ് ഉപയോഗപ്പെടുത്തി നമുക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം. ഇതിനുള്ള ഉപകരണമാണ് കാറ്റാടി യന്ത്രം അഥവാ വിൻഡ് മിൽ. വിൻഡ് മില്ലിൻ്റെ പങ്കകൾ കറങ്ങുമ്പോൾ അതുമായി ബന്ധപ്പെടുത്തിയ ടർബൈൻ കറങ്ങുന്നു. ഈ ഊർജം ഉപയോഗിച്ച് ജനറേറ്റർ പ്രവർത്തിപ്പിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. കേരളത്തിൽ രാമക്കൽമേട്, കഞ്ചിക്കോട്, അട്ടപ്പാടി എന്നിവിടങ്ങളിൽ കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംവിധാനങ്ങളുണ്ട്. എന്തുകൊണ്ടായിരിക്കും ഇവിടെ കാറ്റാടി യന്ത്രങ്ങൾ സ്ഥാപിച്ചത്? കാരണം ആ പ്രദേശങ്ങളിൽ എപ്പോഴും കാറ്റ് വീശിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് അവിടെ സ്ഥാപിച്ചത്. മനുഷ്യൻ പണ്ട് മുതലേ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ഊർജ്ജ രൂപമാണ് കാറ്റ്. സമുദ്രങ്ങളിലൂടെയും നദികളിലൂടെയുമുള്ള യാത്രയ്ക്ക് കാറ്റിൻ്റെ ശക്തി ഉപയോഗിച്ചിരുന്നു. പണ്ടത്തെ കാലത്ത് കപ്പൽ യാത്രയ്ക്കൊക്കെ ഉപയോഗിച്ചിരുന്നത് കാറ്റിൻ്റെ ശക്തിയായിരുന്നു. കൊടുങ്കാറ്റിന് വളരെയധികം ഊർജ്ജമുള്ളതിനാൽ ഇവ കടുത്ത നാശനഷ്ടങ്ങൾ ഉണ്ടാക്കും. ഇന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പിലൂടെ ഇത്തരം കാറ്റുകളുടെ സാധ്യത മുൻകൂട്ടി അറിയാനാവും. മുന്നറിയിപ്പുകൾക്കനുസരിച്ച് മുൻകരുതലുകൾ എടുത്താൽ അപകടങ്ങളും നാശനഷ്ടങ്ങളും കുറയ്ക്കാനാവും. ഇപ്പോൾ നമ്മൾ ജലത്തിൽ നിന്നും കാറ്റിൽ നിന്നുമുള്ള വൈദ്യുതി ഉൽപ്പാദനം പഠിച്ചു. ഇനി സൂര്യപ്രകാശത്തിൽ നിന്ന് ഊർജം. പുറത്ത് സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലത്ത് ഒരു സ്റ്റീൽ പാത്രം വയ്ക്കുക. കുറച്ചു കഴിഞ്ഞതിന് ശേഷം പാത്രം തൊട്ടു നോക്കൂ. എന്താണ് അനുഭവപ്പെട്ടത്? നല്ല ചൂടുണ്ടായിരിക്കും അല്ലേ? കാരണം എന്താണ്? കാരണം സൂര്യനിൽ നിന്നുള്ള പ്രകാശം കൊണ്ട് താപം കാരണം ഈ സ്റ്റീൽ പാത്രം അത് ആഗിരണം ചെയ്തതുകൊണ്ടാണ്. പാത്രത്തിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചാലോ ആ വെള്ളവും ചൂടാവുന്നതായിട്ട് നമുക്ക് കാണാം. ഏതെല്ലാം രീതിയിലാണ് സൂര്യപ്രകാശത്തിലെ ഊർജം ഉപയോഗപ്പെടുത്തുന്നത്? വസ്തുക്കൾ ഉണക്കുന്നതിന്, വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ, വെള്ളം ചൂടാക്കാൻ, ഇതിനെല്ലാം നമ്മൾ സൂര്യപ്രകാശത്തിലെ ഊർജം ഉപയോഗപ്പെടുത്തുന്നുണ്ട്. സൗരോർജ്ജത്തിലെ താപം ഉപയോഗപ്പെടുത്തുന്ന ഉപകരണങ്ങളാണ് സോളാർ കുക്കറുകളും സോളാർ വാട്ടർ ഹീറ്ററുകളും. ഇവിടെ നമുക്ക് സോളാർ കുക്കറിൻ്റെയും സോളാർ വാട്ടർ ഹീറ്ററിൻ്റെയും ചിത്രം തന്നിട്ടുണ്ട്. താഴെ കാണുന്ന ചിത്രങ്ങളിലെ ഉപകരണങ്ങളെ തിരിച്ചറിയൂ. ആദ്യത്തേത് സോളാർ കാൽക്കുലേറ്ററാണ്. രണ്ടാമത്തേത് സോളാർ പാനലാണ്. മൂന്നാമത്തേത് സോളാർ ലൈറ്റാണ് കേട്ടോ. ഇവയ്ക്ക് പ്രവർത്തിക്കാൻ ആവശ്യമായ ഊർജം ലഭിക്കുന്നത് എവിടെ നിന്നാണ്? സൂര്യനിൽ നിന്നാണ് അല്ലേ? ഇവയിലുള്ള സൗരോർജ്ജ പാനലുകൾ സൂര്യപ്രകാശത്തെ വൈദ്യുതിയാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. സൗരോർജ്ജ പാനലിലുള്ള സൗരോർജ്ജ സെല്ലിൽ സൂര്യപ്രകാശം പതിക്കുമ്പോൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. വീടുകളിലും സ്ഥാപനങ്ങളിലും സൂര്യപ്രകാശത്തിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംവിധാനങ്ങൾ വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്. വൈദ്യുത വാഹനങ്ങൾ. പച്ച നിറത്തിലുള്ള നമ്പർ പ്ലേറ്റോട് കൂടിയ വാഹനങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവയുടെ പ്രത്യേകതകൾ എന്തെല്ലാമാണ്? അതായത് നമ്മുടെ ഈ പച്ച നിറത്തിലുള്ള നമ്പർ പ്ലേറ്റോട് കൂടിയ വാഹനങ്ങളെല്ലാം എന്താണ്? ഇലക്ട്രിക് വെഹിക്കിൾസ് ആണ്, വൈദ്യുത വാഹനങ്ങളാണ്. വൈദ്യുതി ഉപയോഗിച്ചാണ് അവ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അവയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അവയ്ക്ക് മലിനീകരണം കുറവാണ്. അതുപോലെ പരിപാലിക്കാനുള്ള ചിലവ് വളരെ കുറവാണ്. പിന്നെയോ ശബ്ദം ഉണ്ടാവില്ല. അതുകൊണ്ട് ശബ്ദ മലിനീകരണവും ഉണ്ടാവില്ല. നമ്മുടെ നാട്ടിൽ ഏതെല്ലാം വിഭാഗത്തിൽപ്പെട്ട വൈദ്യുത വാഹനങ്ങളുണ്ടെന്ന് നിരീക്ഷിച്ച് ശാസ്ത്രപുസ്തകത്തിൽ എഴുതും. ബൈക്ക്, ഓട്ടോറിക്ഷ, കാറ് തുടങ്ങിയിട്ടുള്ള ഇലക്ട്രിക് വെഹിക്കിൾസൊക്കെ ഇന്ന് നമ്മുടെ നാട്ടിൽ ലഭ്യമാണ്. മറ്റ് നാടുകളിലായിട്ട്, അതായത് ഇംഗ്ലണ്ടിലും മറ്റുമൊക്കെ ആയിട്ട് ഇലക്ട്രിക് ബസ്സുകളുണ്ട് കേട്ടോ. വൈദ്യുതി ഉപയോഗിച്ച് ഓടുന്ന ബസ്സുകളുണ്ട്. അതുപോലെ തീവണ്ടികളുണ്ട്, ട്രെയിന്. അതെല്ലാം അന്യനാടുകളിലും നിലവിലുണ്ട്.
പുതുക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകൾ. സൂര്യപ്രകാശം, കാറ്റ്, തിരമാല തുടങ്ങിയ ഊർജ്ജ സ്രോതസ്സുകളുടെ പ്രത്യേകതകൾ എന്തെല്ലാമാണ്? ഇവയിൽ നിന്നുള്ള ഊർജ്ജം നമ്മൾ എത്ര ഉപയോഗിച്ചാലും എന്താണ്, തീർന്നു പോകുന്നില്ല. അതായത് സൂര്യനിൽ നിന്നുള്ള നമ്മൾ ഏതെങ്കിലും രീതിയിൽ സൗരോർജ്ജം ഉപയോഗിച്ചാൽ സൂര്യപ്രകാശവും സൂര്യനിൽ നിന്നുള്ള താപവും കുറയുന്നുണ്ടോ? ഇല്ല. അതുപോലെ തിരമാലകൾ കുറയുന്നുണ്ടോ? ഇല്ല. കാറ്റ് കുറയുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കതെന്താണ്, അവയിൽ നിന്നുള്ള ഈ ഊർജ്ജ സ്രോതസ്സുകളിൽ നിന്നുള്ള ഊർജ്ജം ഒരിക്കലും തീർന്നു പോകുന്നില്ല. സൂര്യപ്രകാശം, കാറ്റ്, തിരമാല തുടങ്ങിയവ ഉപയോഗിക്കുന്നതിനനുസരിച്ച് തീർന്നു പോകുന്നവയല്ല. ഇവ പുതുക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകൾ എന്നറിയപ്പെടുന്നു. ഈ ഊർജ്ജ സ്രോതസ്സുകൾ വായു മലിനീകരണം ഉണ്ടാക്കുന്നില്ല. അപ്പോൾ പുതുക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകളുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ 2 കാര്യങ്ങൾ എഴുതാം. അവയുടെ നിന്നുള്ള ഊർജ്ജം തീർന്നു പോകുന്നില്ല, അതുപോലെ വായു മലിനീകരണം ഉണ്ടാക്കുന്നില്ല. ഇനി കൊച്ചിൻ എയർപോർട്ടിൻ്റെ ഒരു ചിത്രം നമുക്കിവിടെ തന്നിട്ടുണ്ട്. പൂർണ്ണമായും സൗരോർജ്ജം കൊണ്ട് പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളമാണ് കൊച്ചിയിലേത്. ഈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങൾക്കും ആവശ്യമുള്ള വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് സൗരോർജ്ജ പാനലുകൾ ഉപയോഗിച്ചാണ്. നോക്കിക്കേ മക്കൾ, അവിടെ ഒരു സൗരോർജ്ജത്തിൻ്റെ ഒരു പാഠം തന്നെ നമുക്ക് അവിടെ കാണാം അല്ലേ. ഇനി എന്താണ് ബയോഗ്യാസ് എന്ന് നോക്കാം. പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ജൈവ മാലിന്യങ്ങളിൽ നിന്ന് ഇന്ധനമുണ്ടാക്കാം. ഇങ്ങനെ ഉണ്ടാക്കുന്ന വാതക ഇന്ധനമാണ് ബയോഗ്യാസ്. നമ്മുടെ സ്കൂളിലും വീട്ടിലും ബയോഗ്യാസ് പ്ലാന്റ് സ്ഥാപിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തെല്ലാമാണ്? മലിനീകരണം കുറവാണ്, ഊർജ്ജോൽപാദനം, മാലിന്യ നിർമ്മാർജ്ജനം, ജൈവവള ലഭ്യത. ഒരു ബയോഗ്യാസ് പ്ലാന്റിൻ്റെ പ്രവർത്തന രീതി കണ്ട് മനസ്സിലാക്കൂ. ഇങ്ങനെയാണ് മക്കളെ ബയോഗ്യാസ് പ്ലാന്റിൻ്റെ പ്രവർത്തനം. നമ്മുടെ വീടുകളിലും മറ്റുമുള്ള ജൈവ മാലിന്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതുപോലെയുള്ള ബയോഗ്യാസ് പ്ലാന്റിൻ്റെ ചിത്രം കണ്ടോ, അതിൽ കൊണ്ടുവന്ന് നിക്ഷേപിക്കുന്നു. അത് കാലങ്ങൾ കൊണ്ട് അവിടെ കിടന്ന് ചീഞ്ഞളിഞ്ഞ് അഴുകി ദ്രവിച്ച് എന്താകുന്നു, അതിൽ നിന്നൊരു വാതകം ഉണ്ടാകുന്നു. ആ വാതകം കൊണ്ടാണ് നമുക്ക് മറ്റ് കാര്യങ്ങൾ പ്രവർത്തിക്കാനായിട്ട് ഉള്ള ഇന്ധനമായിട്ട് മാറുന്നത്. പിന്നെ ഇതിൽ നിന്നുള്ള വേസ്റ്റ്, ബാക്കിയുള്ള ഈ ജൈവ മാലിന്യങ്ങളുടെ വേസ്റ്റ് എന്താകുന്നു, വളമായിട്ടും ഉപയോഗിക്കുന്നു. ഊർജ്ജോൽപാദനത്തിനുള്ള വ്യത്യസ്ത രീതികൾ നാം പരിചയപ്പെട്ടല്ലോ. ഏതൊക്കെയാണ് പരിചയപ്പെട്ടത്? ജലത്തിൽ നിന്ന്, കാറ്റിൽ നിന്ന്, തിരമാലകളിൽ നിന്ന്, സൗരോർജ്ജത്തിൽ നിന്ന്, ബയോഗ്യാസ് പ്ലാന്റുകൾ അല്ലേ. ഇതുകൊണ്ട് മാത്രം നമ്മുടെ ഊർജ്ജാവശ്യങ്ങൾ പരിഹരിക്കപ്പെടുമോ? ഇല്ല. താഴെ നൽകിയിരിക്കുന്ന മാർഗങ്ങളും ഊർജ്ജോൽപാദനത്തിന് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഡീസൽ, കൽക്കരി താപനിലയങ്ങൾ, തിരമാലയിൽ നിന്നുള്ള ഊർജ്ജം, ഭൂതാപോർജ്ജം അതായത് ഭൂമിയുടെ ചൂടിൽ നിന്നുള്ള ഊർജ്ജം, അണുശക്തി. ചൂടാറാപ്പെട്ടി. ഇന്ധന ഉപഭോഗം കുറയ്ക്കാനുള്ള ഒരു മാർഗം ഊർജ്ജ നഷ്ടം തടയലാണ്. ഭക്ഷണത്തിൻ്റെ ചൂട് നഷ്ടപ്പെടാതെ സൂക്ഷിക്കാനും പാതി വെന്ത ഭക്ഷണം പൂർണ്ണമായി വെന്ത് കിട്ടാനും ഉപയോഗിക്കുന്ന വളരെ ലളിതമായ ഉപകരണമാണ് ചൂടാറാപ്പെട്ടി. ചൂട് പുറത്തു പോകാതെ തടഞ്ഞു നിർത്തിയാണ് ഇവിടെ ഊർജം ലാഭിക്കുന്നത്. ഇതുപോലെ ഊർജ്ജ നഷ്ടം തടയുന്ന മറ്റെന്തെല്ലാം ഉപകരണങ്ങൾ വീടുകളിൽ ഉപയോഗിക്കുന്നുണ്ട്? കാസറോള്, തെർമൽ ഫ്ലാസ്ക് തുടങ്ങിയവയൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് അല്ലേ. ഭാവിയുടെ ഇന്ധനങ്ങൾ. ഫോസിൽ ഇന്ധനങ്ങളുടെ വിവിധ ഉപയോഗങ്ങൾ മനസ്സിലാക്കിയല്ലോ. ഇവയുടെ പരിമിതികൾ എന്തെല്ലാമാണ്? ഉപയോഗിക്കുന്നതിനനുസരിച്ച് വേഗം തീർന്നു പോകുന്നു, മലിനീകരണം കൂടുതലാണ് അല്ലേ. ഈ പരിമിതികളില്ലാത്ത ഊർജ്ജ സ്രോതസ്സുകളാണല്ലോ സൂര്യപ്രകാശം, കാറ്റ്, തിരമാല തുടങ്ങിയവ. എന്നാൽ എല്ലായിടത്തും എല്ലാ കാലത്തും ഒരേപോലെ സൂര്യപ്രകാശം ലഭിക്കാറുണ്ടോ? ഇല്ല. കാറ്റിൻ്റെ വേഗത ഒരുപോലെയാണോ? അല്ല. തിരമാലയുടെ കാര്യത്തിലോ? തിരമാലയുടെ ശക്തിയും വ്യത്യാസമുണ്ട്. അതുപോലെ എല്ലാ സ്ഥലത്തും നമുക്ക് തിരമാലകൾ ഉണ്ടാവില്ല അല്ലേ. തിരമാലയിൽ നിന്ന് ഊർജ്ജം ലഭിക്കുന്ന രീതിയിൽ നമ്മൾ നിർമ്മിക്കുകയാണെങ്കിൽ നമുക്കത് കടൽ തീരത്ത് മാത്രമേ പറ്റുകയുള്ളൂ. ഇവയിൽ നിന്ന് എപ്പോഴും ഒരേ അളവിൽ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ കഴിയില്ല. ഈ പരിമിതികൾ മറികടക്കുന്ന പുതിയ ഊർജ്ജ സ്രോതസ്സുകൾ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ശാസ്ത്രലോകം. ഹൈഡ്രജൻ, ജൈവ ഡീസൽ എന്നിവ ഇത്തരത്തിൽ പ്രതീക്ഷ നൽകുന്ന ഇന്ധനങ്ങളാണ്. ഇത്തരം ഇന്ധനങ്ങളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച് റിപ്പോർട്ട് തയ്യാറാക്കൂ. ആദ്യം ഹൈഡ്രജൻ ഇന്ധനത്തെക്കുറിച്ച് നോക്കാം. ഹൈഡ്രജൻ ഒരു ഊർജ്ജവാഹകനാണ്. ഹൈഡ്രജൻ വൈദ്യുതി പോലെ മറ്റൊരു പദാർത്ഥത്തിൽ നിന്ന് ലഭിക്കേണ്ട ഒരു ഊർജ്ജവാഹകമാണ്. ജലം, ഫോസിൽ ഇന്ധനങ്ങൾ അല്ലെങ്കിൽ ബയോമാസ് എന്നിവയുൾപ്പെടെ വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ഹൈഡ്രജനെ വേർതിരിച്ച് ഊർജത്തിൻ്റെയോ ഇന്ധനത്തിൻ്റെയോ ഉറവിടമായി ഉപയോഗിക്കാം. ഹൈഡ്രജൻ ഉപയോഗിക്കുന്ന വാഹനമാണ് ഹൈഡ്രജൻ വാഹനം. ഹൈഡ്രജൻ വാഹനങ്ങളിൽ ചില റോഡ് വാഹനങ്ങൾ, റെയിൽ വാഹനങ്ങൾ, ബഹിരാകാശ റോക്കറ്റുകൾ, ഫോക്ക് ലിഫ്റ്റുകൾ, കപ്പലുകൾ, വിമാനങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. ഹൈഡ്രജന്റെ രാസ ഊർജത്തെ മെക്കാനിക്കൽ ഊർജമാക്കി മാറ്റുന്നതിലൂടെയാണ് മോട്ടീവ് പവർ ഉൽപ്പാദിപ്പിക്കുന്നത്.
ഒന്നുകിൽ ഒരു ഇന്ധന സെല്ലിലെ ഓക്സിജനുമായി ഹൈഡ്രജനെ പ്രതിപ്രവർത്തിച്ച് ഇലക്ട്രിക് മോട്ടോറുകൾ പവർ ചെയ്യുന്നതിലൂടെ, അല്ലെങ്കിൽ സാധാരണയായി ഹൈഡ്രജൻ ആന്തരിക ജ്വലനം വഴി. ബാറ്ററി ഇലക്ട്രിക് വാഹനങ്ങളുമായുള്ള മത്സരം കാരണം 2020കളിൽ പാസഞ്ചർ കാറുകൾ ഉൾപ്പെടെയുള്ള ഹൈഡ്രജൻ ലൈറ്റ് ഡ്യൂട്ടി വാഹനങ്ങൾ ചെറിയ തോതിൽ വിറ്റഴിക്കപ്പെട്ടു. ഇനി നമുക്ക് ജൈവ ഡീസലിനെ കുറിച്ച് നോക്കാം. ഡീസൽ യന്ത്രത്തിൽ അഥവാ സങ്കോച ജ്വലന യന്ത്രത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനമാണ് ഡീസൽ. ക്രൂഡ് ഓയിൽ വാറ്റുമ്പോൾ ബാഷ്പീകരിക്കപ്പെട്ട് ലഭിക്കുന്ന ഒരു ഘടകമായ ഇതിനെ പെട്രോ ഡീസൽ എന്ന് പറയുന്നു. പെട്രോ ഡീസലിന് ബദലായി സസ്യജന്യമോ ജന്തുജന്യമോ ആയ കൊഴുപ്പിൽ ആൽക്കഹോൾ പ്രതിപ്രവർത്തിച്ച് ആ പ്രക്രിയയെ നമ്മൾ ട്രാൻസ് എസ്റ്ററേഷൻ എന്നാണ് പറയുക. ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്ന പുനഃചംക്രമണം ചെയ്യാവുന്ന പരിസ്ഥിതി സൗഹൃദ ഇന്ധനമാണ് ജൈവ ഡീസൽ അഥവാ ജീവ ഡീസൽ അഥവാ ബയോഡീസൽ. ഏതുതരം എണ്ണയും ബയോഡീസലാക്കി മാറ്റാം. സാങ്കേതികമായി ഫാറ്റി ആസിഡുകളുടെ മോണോ ആൽക്കലൈൻ എസ്റ്ററുകളായ ബയോഡീസൽ ഇന്ന് ലഭ്യമായ ഏറ്റവും നല്ല പരിസ്ഥിതി സൗഹൃദ പാരമ്പര്യേതര ഇന്ധനമാണ്. 1920-40 കാലഘട്ടത്തിൽ ഇറ്റലി, ഫ്രാൻസ്, ബ്രിട്ടൻ, പോർച്ചുഗൽ, ജർമ്മനി, അർജന്റീന, ജപ്പാൻ, ബ്രസീൽ, ചൈന എന്നിവിടങ്ങളിൽ ജന്തുജന്യ കൊഴുപ്പ് ഉപയോഗിച്ച് ഡീസൽ ഉൽപ്പാദിപ്പിച്ചതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തുകൊണ്ടോ ഈ രീതി അധികകാലം തുടർന്നില്ല. എല്ലാ വർഷവും ഓഗസ്റ്റ് 10 അന്താരാഷ്ട്ര ബയോഡീസൽ ദിനമാണ്. ജർമ്മൻ ശാസ്ത്രജ്ഞനായ റുഡോൾഫ് ഡീസൽ 1893 ഓഗസ്റ്റ് 10 ആക്സ്ബർഗ് എന്ന സ്ഥലത്ത് നിലക്കടല എണ്ണ കൊണ്ട് ആദ്യത്തെ ഡീസൽ എഞ്ചിൻ പ്രവർത്തിപ്പിച്ചു. ഇതേ എഞ്ചിൻ കാലാന്തരത്തിൽ മാറ്റം വരുത്തി പെട്രോ ഡീസലിലും ബയോഡീസലിലും പ്രവർത്തിക്കുന്ന മോഡലാക്കിയതാണ് ഇന്നത്തെ ഡീസൽ എഞ്ചിൻ. ഇനി നമുക്ക് വിലയിരുത്താൻ ചോദ്യങ്ങൾ ചെയ്തു നോക്കാം. ചോദ്യം 1. താഴെ പറയുന്നവ അനുയോജ്യമായ രീതിയിൽ തരംതിരിക്കുക. എന്തടിസ്ഥാനത്തിലാണ് തരംതിരിച്ചതെന്നും എഴുതുക. പെട്രോൾ, കൽക്കരി, സൗരോർജ്ജം, കാറ്റിൽ നിന്നുള്ള വൈദ്യുതി, ജലവൈദ്യുതി, ഡീസൽ. ഇതിനെ നമുക്ക് എങ്ങനെ തരംതിരിക്കാം മക്കളെ? 1. പുതുക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സുകൾ, അത് പെട്രോൾ, ഡീസൽ, കൽക്കരി എന്നിവയാണ്. പിന്നെ പുതുക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകൾ സൗരോർജ്ജം, കാറ്റിൽ നിന്നുള്ള വൈദ്യുതി, ജലവൈദ്യുതി എന്നിവയാണ്. ചോദ്യം 2. ക്രൂഡ് ഓയിൽ സംസ്കരിക്കുമ്പോൾ ലഭിക്കുന്ന ഉൽപ്പന്നങ്ങളെ ചേർത്ത് ആശയപടം പൂർത്തിയാക്കൂ. ക്രൂഡ് ഓയിൽ നിന്ന് നമുക്ക് എത്ര ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്നുണ്ട്? 8 ഉൽപ്പന്നങ്ങളുണ്ട്. ഏതൊക്കെയാണ്? പെട്രോള്, ബിറ്റുമിൻ, കൽക്കരി, നാഫ്ത, ഡീസൽ, ജെറ്റ് ഫ്യൂവൽ, പാരഫിൻ, LPG. ചോദ്യം 3. ഇപ്പോഴും ആളുകൾ വിറകടുപ്പ് ഉപയോഗിക്കുന്നുണ്ടല്ലോ. വിറകടുപ്പിൻ്റെ കാര്യക്ഷമത കൂട്ടുന്നതിന് എന്തെല്ലാം ചെയ്യാം? നിങ്ങളുടെ നിർദ്ദേശങ്ങൾ എഴുതൂ. 1. നന്നായി ഉണങ്ങിയ വിറകുകൾ കത്തിക്കാൻ എടുക്കുക. 2. വിറകുകൾ ചെറിയ കഷ്ണങ്ങളാക്കി കത്തിക്കുക. 3. പാത്രവും അടുപ്പും തമ്മിലുള്ള അകലം കുറവായിരിക്കണം. 4. വിറകുകൾ കുത്തി നിറച്ച് വെക്കരുത്. 5. അടുപ്പിലേക്ക് വായു സഞ്ചാരം ഉറപ്പാക്കണം. അപ്പോൾ മക്കളെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഊർജ്ജ സ്രോതസ്സുകൾ എന്നുള്ള ഈ പാഠത്തിൽ പഠിക്കാനായിട്ടുള്ളത്. പാഠഭാഗവും നമ്മൾ ഇതിൽ പരിചയപ്പെട്ടുള്ള കണ്ടൻറ്റുകളുമെല്ലാം അതുപോലെ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളും ഒക്കെ മക്കൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. 5ാം ക്ലാസ്സിലെ മറ്റ് വിഷയങ്ങളുടെ വീഡിയോസ് നമ്മൾ വൈകാതെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ആ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ ബട്ടൺ പ്രസ് ചെയ്ത് വയ്ക്കാൻ മറക്കരുത് കേട്ടോ. അതുപോലെ ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ശരി, അടുത്ത ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.